വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരാജ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ എന്നൊന്നും വിളിച്ചാൽ പോരാ, അതിന്റെ മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ വിളിക്കണം. അത്രയും കിട്ടില്ല ഒരു ക്രാഫ്റ്റ് ആണ് ഈ പടം. നമ്മുടെ ബറോസിനൊക്കെ കട്ട കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന പടമാണ്. 3 ദിവസം എടുത്തു ഈ പടം ഒന്ന് കണ്ടു തീരാൻ. 1.25 മണിക്കൂറേ പക്ഷെ 3 ദിവസം അടിപൊളിയായി കിടന്നുറങ്ങി. സോ ഇങ്ങനത്തെ പടം കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവനവന്റെ കൈത്തെ കാശും കളഞ്ഞ് നാട്ടുകാരെ ഉറക്കാൻ വേണ്ടി പടം കൊടുക്കുന്നുണ്ടല്ലോ, ബിഗ് സല്യൂട്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ സിനിമ ശരിക്കും വാലന്റൈൻസ് ഡേക്കല്ല ഇറക്കേണ്ടിയിരുന്നത്. ഈ ഉറക്കമില്ലായ്മയുടെ ദിവസം അല്ലെങ്കിൽ ഡിപ്രഷൻ ഡേ ഒക്കെ ഉണ്ടാവില്ല, അന്ന് ഇറക്കേണ്ടിയിരുന്ന പടമായിരുന്നു. സോ ഞാൻ പൈങ്കിളി സിനിമയ്ക്ക് പോയി വന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിരിക്കുന്നു പ്രാന്ത് പിടിച്ചിട്ട്. അന്ന് ഞാൻ ഇത് കണ്ടിട്ട് വെച്ചാൽ ഇന്ന് ഞാൻ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമായിരുന്നു. ഭാഗ്യത്തിന് അന്ന് ഞാൻ ധൂം ധാം കണ്ടു. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് പത്മസൂര്യയുടെ പടമാണ്. ഓസ്ട്രേലിയയാണ് ഈ സിനിമ ബേസിക്കലി കാണിക്കുന്നത്. അപ്പൊ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ആൽബം കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ തോന്നില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് അടിക്കുക. അപ്പൊ ആ ആൽബത്തിനാണ് ഏറ്റവും ബെസ്റ്റ് ആൽബത്തിനുള്ള അവാർഡ് കൊടുത്തതെന്ന് അവർ പറയും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കിയ സിനിമയുടെ സ്റ്റാൻഡേർഡ് എന്താണ്. നമ്മുടെ ഗോവിന്ദ് പത്മസൂര്യയുടെ പേര് മനു കേരളീയം. അതായത് അവിടെ ഓസ്ട്രേലിയയിൽ പോയിട്ട് പരിപ്പുവട, പഴംപൊരി, പുട്ടുപ്പൊടി ഇതൊക്കെ പാക്ക് ചെയ്ത് അയക്കലാണ് അണ്ണന്റെ പണി. സോ ഭയങ്കര കേരളീയം തുളുമ്പണമുണ്ട്. ഈ മറ്റേ കഥകളിയുള്ള ഫോട്ടോ ഉള്ള ഷർട്ടും മുണ്ടൊക്കെയാണ് അണ്ണൻ ഓഫീസിലുള്ളത്. അങ്ങനത്തെ കാര്യമൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഗോവിന്ദ് പത്മസൂര്യ ഓസ്ട്രേലിയക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടാവും. ആ ട്രിപ്പ് പോയ സമയത്ത് അവർ മൊബൈലിൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഈ മെമ്മറീസിന് വേണ്ടിയിട്ട്. അത് സിനിമയാക്കി മാറ്റി. സോ ഈ മലയാളി കൂട്ടായ്മയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും. അപ്പൊ അവരെ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങോട്ട് പൈസ മേടിപ്പിച്ചിട്ട് എല്ലാവരെയും കൊണ്ട് അഭിനയിപ്പിച്ചു. നമ്മുടെ സാറ്റർഡേ നൈറ്റില് അജു വർഗീസ് ഇല്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ ഇതിലും ഉണ്ട്. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ബാക്കി പിന്നെ അവിടെയുള്ള മലയാളികൾ തന്നെയാണ് അഭിനയിച്ചത് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഉറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 1/4 മണിക്കൂർ വെച്ച് കണ്ടാൽ സുഖമായി കിടന്നുറങ്ങാം. താങ്ക്സ് ടു ദിസ് മൂവി. സോ ഇതിന് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഞാൻ കുറെ സീരിയൽ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. ആ സീരിയൽ ലെവലിലുള്ള അഭിനയം തന്നെ ഇതിലും അഭിനയിച്ചിട്ടുണ്ട്. കുടുംബ വഴക്ക് സീരിയൽ ഈ സിനിമയെക്കാളും ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കിടിലം പടമാണ്. നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു 10-15 മിനിറ്റിൽ കാണാവുന്ന പടമേ ഉള്ളൂ. മനോരമ മാക്സിലാണ് അവൈലബിൾ. മനോരമ മാക്സ് എന്ത് കണ്ടിട്ടാണ് എല്ലാ ചവറും എടുക്കണം മനസ്സിലായില്ല. ഈ ഇടയ്ക്ക് ഓശാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഉറങ്ങണമെങ്കിലും കണ്ടു നോക്കാം. സോ ട്രൈ ഇറ്റ് ഔട്ട്.